എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെതിരെയും PV അൻവർ MLA ഷിയാസ് VD സതീശന്റെ ഗുണ്ടയാണെന്ന് PV അൻവർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. പീഡന പരാതി പിൻവലിക്കാൻ DCCയിലെ വനിതാ നേതാവിനെ മുഹമ്മദ് ഷിയാസ് ഭീഷണിപ്പെടുത്തിയെന്നും അൻവർ കുറ്റപ്പെടുത്തി. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എറണാകുളം DCC സെക്രട്ടറി ഉണ്ട്, അവരുടെ ഒരു പരാതി എൻ്റെ ഫോണിൽ വന്നിട്ടുണ്ട്. അങ്ങനെ പരാതി എന്താണെന്ന് വെച്ചാൽ ഈ DCC ജനറൽ സെക്രട്ടറിയായ SC വിഭാഗത്തിൽപ്പെട്ട ഒരു സാധു സ്ത്രീയാണ്. അവരെ കോൺഗ്രസിൻ്റെ 2 നേതാക്കന്മാർ നിരന്തരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പരാതി എഴുതി അയച്ചിട്ട് ഒരു തീരുമാനമില്ല. ഈ ചങ്ങാതിനെ ഈ സഹോദരി വിളിച്ചാലും ഫോൺ എടുക്കില്ല DCC പ്രസിഡന്റ്. അപ്പോൾ ഷിയാസിൻ്റെ 2 ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഗുണ്ടകളാണ് ഈ പീഡിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ചങ്ങാതിയുടെ നടപടി എടുക്കാൻ തയ്യാറാവത്തത്. അപ്പോൾ ഇവനെ സംബന്ധിച്ച് ഞാനിങ്ങനെ അന്വേഷിച്ചപ്പം ഇവൻ ഒറ്റക്കത് പറയാൻ അവന് അത്ര ഒരു എളുപ്പമുണ്ടാവില്ല. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് ഇവന് ഈ പറയുന്ന അജിത് കുമാറിൻ്റെ ഒരു മറ്റൊരു ഗഡിയാണ്. അതായത് ഒരു ഗുണ്ടയെ VD സതീശൻ ഒരു ഗുണ്ടയെ DCC പ്രസിഡൻ്റാക്കിയിരിക്കുകയാണ്. ഞാൻ കാല് വെട്ടുമെന്ന് പറഞ്ഞ് ഞാൻ കണ്ടു. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ എറണാകുളത്തേക്കാണ് സത്യത്തിൽ എനിക്കിന്ന് രാത്രി പോകേണ്ടത് ഡൽഹിയിൽ നിന്ന്. ഞാൻ ഇപ്പോൾ പേടിയുണ്ട് കോഴിക്കോട്ടേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. കാരണം എയർപോർട്ടിൽ എന്ത് വല്ലതും ഇറങ്ങിയാൽ എന്തും ചെയ്യാൻ പറ്റും. പീഡന പരാതി പിൻവലിക്കാൻ ഷിയാസ് സ്വാധീനിക്കുക മാത്രമല്ല ഭീഷണിപ്പെടുത്തു. അത് ഭീഷണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല്ലും ചല്ലുന്നല്ല, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും, നമുക്കൊന്ന് കാണാം. അല്ല അങ്ങനെ മതിയല്ലോ. അല്ല നിന്നെ കൊല്ലുമെന്നൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, നിങ്ങൾ അവരോട് ചോദിക്കണം. അങ്ങനെ അവിടുന്ന് അവർ ഇറങ്ങിപ്പോന്നിട്ട് ഞാൻ ചോദിച്ചു എന്ത് ചെയ്തു? ഇപ്പോൾ അവർ KPCCക്ക് പരാതി കൊടുത്തു. KPCC അത് അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ വെച്ചിരിക്കുകയാണ്. അതൊരാഴ്ച കൊണ്ട് അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് കിട്ടും. KPCC നടപടി എടുക്കുമെന്നാണ് ആ സാധു വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അത് ഈ കോൺഗ്രസ് നിങ്ങൾക്കറിയാലോ. ഇപ്പോൾ ഒരു മിനിറ്റ്, ഇപ്പോൾ കോൺഗ്രസിൻ്റെ തന്നെ വലിയ നേതാവ് കോൺഗ്രസ് വിട്ടുപോയിട്ട് എറണാകുളത്ത് സ്ത്രീകളുടെ അവസ്ഥ എന്താണ് കോൺഗ്രസിൻ്റെ അകത്ത് എന്നുള്ളത് അതിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അറിയാം. സതീശന് വേണ്ടിയിട്ട്, അജിത് കുമാറിന് വേണ്ടിയിട്ട് VD സതീശനെ എന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പണിയാണല്ലോ ഈ ജയശങ്കറിന്, അല്ലേ? എപ്പോഴും അതാണുള്ള രീതി. ഇതൊക്കെ ഒറ്റ കോക്കസാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ നമുക്കറിയാലോ RSS ബന്ധം എൻ്റെ പേരിൽ അവരോധിക്കുമോ? RSSുമായി CPMൻ്റെ ബന്ധം അവരോധിക്കുമോ? ഏറ്റവും കൂടുതൽ RSSകാരായിട്ട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത് ഈ സതീശനും ഇവരുമാണ് ഒരു വിഭാഗം എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയുന്നതല്ലേ. നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം. നോബൽ മാരിക്കാരൻ PV അൻവർ MLA ഒരു യുദ്ധമുഖം തന്നെ തുറന്നിരിക്കുകയാണ്. അതിൽ ADGPയുമായി ബന്ധമുള്ള DCCയുടെ എറണാകുളത്തെ പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെയും ചേർത്ത് വെച്ചുകൊണ്ട് ജയശങ്കറിനെതിരെ അൻവർ നടത്തിയ പരാമർശത്തിന് ഷിയാസ് നൽകിയ മറുപടിയിൽ വീണ്ടും ഇപ്പോൾ കടുപ്പിക്കുകയല്ലേ PV അൻവർ? എന്തൊക്കെയാണ് പറയുന്നത് PV അൻവർ? നോബൽ. സുജയ, എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും PV അൻവറും തമ്മിൽ കഴിഞ്ഞ ദിവസം ജയശങ്കർ വിഷയത്തിലാണ് പ്രധാനമായും ഒരു വാക്കുതർക്കത്തിലേക്ക് പോയത്. അതിലിപ്പോൾ PV അൻവറിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ രൂക്ഷമായ വിമർശനങ്ങൾ, അതോടൊപ്പം ആരോപണങ്ങളൊക്കെ മുഹമ്മദ് ഷിയാസിനെതിരെ ഉയർന്നിരിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. മുഹമ്മദ് ഷിയാസിനെ VD സതീശന്റെ ഗുണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ വെട്ടുകത്തിയാണ് മുഹമ്മദ് ഷിയാസ് എന്ന് PV അൻവർ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ പല ആരോപണങ്ങളും, പ്രത്യേകിച്ച് അജിത് കുമാറുമായി ബന്ധപ്പെട്ട് അടുത്ത ബന്ധം മുഹമ്മദ് ഷിയാസിനുണ്ട്. അജിത് കുമാറിന്റെ ഗഡിയാണ് മുഹമ്മദ് ഷിയാസ് എന്നാണ് ഇതിൽ വ്യക്തമാക്കുന്നത്. നേരത്തെ മെട്രോ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഹോട്ടൽ ഒഴിപ്പിക്കേണ്ടതുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട കൊട്ടേഷൻ മുഹമ്മദ് ഷിയാസ് ആണ് ഏറ്റെടുത്ത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ അനുയായികളും വേഷം മാറിക്കൊണ്ട് ഈ ഹോട്ടൽ അടിച്ചു തീർക്കുകയും പിന്നീട് ഈ കേസ് ഒത്തീർപ്പാക്കിയത്, അല്ലെങ്കിൽ ഈ കേസിൽ മുഹമ്മദ് ഷിയാസിനെ രക്ഷിച്ചത് അജിത് കുമാറാണ് എന്ന ആരോപണം ഈ ഘട്ടത്തിൽ PV അൻവർ മുന്നോട്ട് വയ്ക്കുന്നു. അതോടൊപ്പം തന്നെ ചില പ്രധാനപ്പെട്ട ഗുരുതരമായ ആരോപണങ്ങളും ഇതിൽ PV അൻവറിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയാം. പ്രത്യേകിച്ച് എറണാകുളം DCCയിലെ ഒരു പ്രധാനപ്പെട്ട വനിതാ നേതാവിനെ അവരുടെ ഒരു പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് ഷിയാസിന് പരാതി നൽകിയെങ്കിലും ആ പരാതിയിൽ വേണ്ട ഇടപെടൽ ഉണ്ടായില്ല എന്നാണ് ഇതിൽ ആരോപിക്കുന്നത്. നിലവിൽ അതുമായി ബന്ധപ്പെട്ട സംഭവം, ആ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ KPCC അന്വേഷിക്കുകയാണ്. ഈ മുഹമ്മദ് ഷിയാസിന്റെ ഏറ്റവും അടുത്ത അനുയായികളാണ് ഈ വനിതാ നേതാവിനെ ഇത്തരത്തിൽ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് PV അൻവർ വ്യക്തമാക്കുന്നത്. അവർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ PV അൻവറോട് വ്യക്തമാക്കി എന്നും അദ്ദേഹം പറയുന്നു. കഴിഞ്ഞ ദിവസം ഈ ജയശങ്കറുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ എറണാകുളത്ത് എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാലുവെട്ടുമെന്ന തരത്തിലുള്ള പ്രസ്താവന മുഹമ്മദ് ഷിയാസിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു. അതിനെയും വളരെ പരിഹാസ രൂപേണയാണ് എന്താണെങ്കിലും അൻവർ മറുപടി നൽകുന്നത്. കാരണം ദില്ലിയിലായിരുന്നു കഴിഞ്ഞ 2 ദിവസമായി അൻവർ ഉണ്ടായത്. ഇവിടെ നിന്ന് കൊച്ചിക്കാണ് തനിക്ക് പോകേണ്ടിയിരുന്നത്. പക്ഷേ മുഹമ്മദ് ഷിയാസിന്റെ ഈ ഭീഷണി കൊണ്ട് താൻ കൊച്ചിക്ക് പകരം കോഴിക്കോട്ടേക്ക് പോവുകയാണ് ചെയ്തത് എന്നാണ് അൻവർ വ്യക്തമാക്കുന്നത്. അത് മാത്രമല്ല, കാലുകൾ വെട്ടുമെന്ന് പറയുമ്പോൾ ഏത് കാലാണ് എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ 2 കാലുകൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പരിഹാസവും എന്താണെങ്കിലും PV അൻവറിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പോർമുഖം PV അൻവർ തുറന്നു വച്ചിരിക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ പോർമുഖത്തിൽ PV അൻവർ ഇപ്പോൾ മുഹമ്മദ് ഷിയാസിനെതിരെ എന്താണെങ്കിലും വലിയ ഗുരുതരമായ ആരോപണങ്ങൾ കൂടി ഉന്നയിച്ചുകൊണ്ട് രംഗത്തേക്ക് എത്തിയിരിക്കുന്നു.